ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഏവർക്കും സ്വാഗതം. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാർ. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് മഞ്ചേരി അഡീഷണൽ സെഷൻ കോടതി വിധിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. 1 വർഷത്തോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിലാണ് കേസിൽ കോടതി വിധി പറഞ്ഞത്. ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാവും, ഡെഡ് ബോഡി ഇല്ല, അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ കൊലപാതകം, ഇതൊക്കെ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ FIR-ഉം അതിൻ്റെ അന്വേഷണവും പോകുന്നത്. അതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അഭിമാനകരമായ നേട്ടം എന്നതിനും അപ്പുറം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ദുരന്തങ്ങൾ പുതിയ വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കേസുകളിലെ വിധി അതൊരു വലിയ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഏതൊരു പ്രോസിക്യൂട്ടറും ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ അതിനും അപ്പുറം ഉള്ള ഒരു സപ്പോർട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും എൻറ്റയർ പോലീസ് ഫോഴ്സിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ തെളിവുകൾ വളരെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ നിസ്സാരം ആണ് എന്ന് തോന്നുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കാനും ആ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചത്. ആ രീതിയിലുള്ള സപ്പോർട്ട് പോലീസ് ഫോഴ്സിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ട്. ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കഘട്ടത്തിൽ തന്നെ ഈ കേസ് മലപ്പുറം ജില്ലാ പോലീസ് ചീഫ് സുജിത് ദാസ് അദ്ദേഹം ഈ കേസിൽ എടുത്തിട്ടുള്ള താല്പര്യവും അതുപോലെ തന്നെ ഇതിന് ഒരു സമൂഹത്തിന് ഗുണകരം ആവുന്ന തരത്തിലുള്ള ഒരു പര്യവസാനം ഇതിനുണ്ടാവണം. അതിനുവേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള വലിയൊരു സ്ട്രെയിൻ. ഷാബാസ് ഷെരീഫിനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവരാനും കൊലപാതകത്തിനും കൂട്ടുനിന്ന പ്രതികൾ സെക്രട്ടേറിയറ്റിനു മുൻപിൽ നടത്തിയ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണ് നടുക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത പുറം ലോകം അറിയുന്നത്. 2019 ഓഗസ്റ്റിലാണ് സംഭവങ്ങളുടെ തുടക്കം. ഒറ്റമൂല്യ രഹസ്യം കൈക്കലാക്കാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ സംഘം ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവരികയായിരുന്നു. 1 വർഷത്തിലധികം മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചു. 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാസ് ഷെരീഫിന്റേതാണെന്ന മൈറ്റോകോൺട്രിയോ DNA പരിശോധനയിൽ തെളിഞ്ഞതാണ് കേസിന് ബലമായത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പോത്തുകല്ലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകല്ലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ. സാറ ഗോൾഡൻ ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ.